ശരീരമാണ്. എന്നാൽ ഈ ശരീരത്തിൽ ദൈവം ആക്കി വച്ചിരിക്കുന്ന ഒരാത്മാവുണ്ട്. ആ ആത്മാവ് നിത്യമാണ്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ശ്വസിക്കുന്ന ജീവശ്വാസം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഞാനും നിങ്ങളും വെട്ടിയിട്ട ഒരു തടിക്കഷ്ണം പോലെ ഈ ഭൂമിയിൽ നിലത്തു വീഴുവാൻ ഇടയായിത്തീരും. എന്നാൽ ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുവാൻ ഇടയായിത്തീരും. നമുക്കറിയാം, സകല മതങ്ങളും മരണാനന്തര ശേഷം ആത്മാവിന്റെ മോക്ഷത്തിനു വേണ്ടി പലവിധമായ ക്രിയകൾ, പലവിധമായ ആചാരങ്ങൾ വിവിധ മതങ്ങൾ ചെയ്യാറുണ്ട്. എന്താ? ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ മക്കളോ ബന്ധുമിത്രാദികളോ ചാർച്ചക്കാരോ അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ മോക്ഷത്തിനു വേണ്ടി ഈ കർമ്മമാർഗങ്ങൾ മരണാനന്തര ശേഷം ചെയ്യുന്നത്. എല്ലാ മതങ്ങളും ഒരുപോലെ പറയുന്നു, മനുഷ്യനിലൊരു ആത്മാവുണ്ട്. ബൈബിൾ പറയുന്നു, മനുഷ്യനിലൊരു ആത്മാവുണ്ട്. ഈ ആത്മാവിന്റെ നിത്യതയാണ് വളരെ പ്രാധാന്യത. പ്രിയ സ്നേഹിതരെ, ഈ ഭൂമിയിൽ 70, 80, 100 അതിലധികമോ ആയുസ്സോടുകൂടെ ഞാൻ നിങ്ങളും ഈ ഭൂമിയിൽ ജീവിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ മരണമെന്ന ആ യാഥാർത്ഥ്യത്തിന്റെ മുമ്പാകെ ഞാനും നിങ്ങളും നിസ്സഹായരാണ്. കൊട്ടാരത്തിലായാലും കുടിലുകളിലായാലും വിദ്യാഭ്യാസമുള്ളവനും വിദ്യാവിഹീനനും ആരുമായിക്കൊള്ളട്ടെ, മരണമെന്നുള്ളത് ക്ഷണിക്കപ്പെടാത്ത ഒരതിഥിയെ പോലെ എന്നെയും നിങ്ങളെയും ഇന്നല്ലെങ്കിൽ നാളെ കീഴ്പ്പെടുത്തുവാൻ ഇടയായിത്തീരും.